നിയമസഭ പിരിയാൻ വൈകിയെന്ന് പറഞ്ഞാണ് യു.ഡി.എഫ് യോഗം ഉപേക്ഷിച്ചിരുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനായി മുസ്ലിം ലീഗ് നേതാക്കൾ തിരുവനന്തപുരത്തെത്തിയിരുന്നു. അഹമ്മദ് ബാഫഖി തങ്ങൾ അനുസ്മരണ പരിപാടികളും ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു. യോഗമില്ലെന്നറിഞ്ഞതോടെ നേതാക്കൾ നിരാശരായി മടങ്ങി. പാർലമെന്റിലേക്ക് അധിക സീറ്റ് നൽകേണ്ടെന്നാണ് കോൺഗ്രസിലെ നിലവിലെ ധാരണ. പകരം സമവായ ഫോർമുലയായി മുസ്ലിം ലീഗ് മുന്നോട്ടുവെച്ച രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും തീരുമാനമാകാത്തതിനാലാണ് യോഗം ഉപേക്ഷിച്ചിരുന്നത്. ഇതിനിടെ മുസ്ലിം ലീഗുമായി ചർച്ച നടക്കുന്ന കണ്ണൂർ സീറ്റിൽ KPCC പ്രസിഡന്റും നിലവിലെ MP-യുമായ കെ സുധാകരൻ തന്നെ മത്സരിക്കുമെന്ന പ്രസ്താവനയും മുസ്ലിം ലീഗിനെ ആശയക്കുഴപ്പത്തിലാക്കി. സുധാകരൻ മത്സരിക്കുന്നില്ലെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം വരാതെ പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. യു.ഡി.എഫ് യോഗം ഉപേക്ഷിച്ചതിലും തീരുമാനം വൈകുന്നതിലും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.